ഹായ് ഹലോ നമസ്തേ, എല്ലാവർക്കും കൾച്ചർ കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഈ കടുക് താളിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിലേക്കാണെന്നറിയാമോ? നമ്മുടെ കുറച്ച് മലയാളികളുടെ ഫേവറേറ്റ്, എല്ലാവരുടെയൊന്നും പറയുന്നില്ല, ഇത് കഴിക്കാത്തതായിട്ട് ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് ബീഫ് കഴിക്കില്ല. അപ്പോൾ ബീഫ് കഴിക്കുന്നവരുടെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കപ്പ ബിരിയാണി. കപ്പയും നല്ല ബീഫും തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ആദ്യമായിട്ട് തന്നെ ഞാൻ കപ്പ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലോട് കൂടിയുള്ള ബീഫാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നീട് ആവശ്യത്തിനുള്ളത് ഒണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കോക്കനട്ട്, കറി ലീവ്സ്. ഇതെല്ലാം വഴറ്റാൻ ആവശ്യത്തിനുള്ളതാട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഇറച്ചി വേവിക്കാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടർമറിക്, ബ്ലാക്ക് പെപ്പർ, സോൾട്ട്. ഇനി ആവശ്യമായിട്ട് വേണ്ടത് നമുക്ക് വറുത്തരയ്ക്കാൻ വറ്റൽമുളക്, മല്ലി, പെരിഞ്ജീരകം, ചെറിയുള്ളി, കുരുമുളക്. ഇത് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് തന്നെ മുഴുവനായിട്ടുള്ളതാണ് എപ്പോഴും നല്ലത്, പൊടിയെടുക്കണ്ട. പിന്നീട് ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ തിരികിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് പാചകം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് കുക്കറിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ കപ്പ ഒന്ന് നന്നായിട്ട് വേവിക്കണം എന്ന് പറയുന്നില്ല, എന്നാലും ഒരു പാതി മുക്കാൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് വറുത്തരയ്ക്കാനുള്ള ഈ സ്പൈസസ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വറ്റൽമുളക്, പിന്നെ ഹോളായിട്ട് എടുത്തിട്ടുള്ള മല്ലി, പെരിഞ്ജീരകം, പിന്നെ കുരുമുളക്. ആദ്യം നമ്മൾ ആ ചെറിയുള്ളി ഇടണ്ട. ആദ്യം ഈ 4 കാര്യങ്ങളും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മണമൊക്കെ മാറി നല്ലൊരു വറുത്ത് വരുന്ന മണം വരും. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂട് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് ഇതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് നല്ല വറുത്തെടുക്കണം. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു നിറം വരുമ്പോഴത്തേക്കും നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ആ രീതി ആവുന്നത് വരെയും നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ആ ചെറിയുള്ളി, ആ സ്പൈസസ് എല്ലാം കൂടെ ഇല്ലേ, അത് ഈ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതെല്ലാം ചേർത്ത് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇനി ഇതേ മറ്റൊരു പാൻ എടുക്കാം. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കേരള ഡിഷ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അത് നിങ്ങൾക്ക് ചതച്ച് ചേർക്കണമെങ്കിൽ ചതച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഞാനിപ്പോൾ ചുമ്മാ നേരെ നീളത്തിന് അരിഞ്ഞേക്കാണ്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകും മറ്റ് എല്ലാ എരിവ് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനെല്ലാം ഒരുവിധം സ്പൈസി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ അല്ലെങ്കിൽ കൊപ്ര, കുറച്ച് ഉണങ്ങിയ തേങ്ങ നോക്കി എടുക്കണേ, അതാവും നല്ലത്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് ഭയങ്കര ബ്രൗൺ ഒന്നും ആവണ്ട, എങ്കിൽ പോലും ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തിട്ട് ഉടനെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കപ്പ കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കപ്പ വേവിച്ച അതേ കുക്കറിലേക്ക് നമ്മുടെ ഇറച്ചി ഇടുകയാണ്. ഇറച്ചിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞവിടുക. നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് പുരട്ടി കൊടുക്കണം. ഇതിൽ കൂടുതലും പറഞ്ഞാൽ എല്ലായിരിക്കും കേട്ടോ, എല്ലും പിന്നെ എല്ലിനോട് ചേർന്നിട്ടുള്ള മാംസവും. അപ്പോൾ അതിലേക്ക് ഒരു കൈ പരുവത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ആ സമയത്തേക്ക് നമ്മുടെ സവോളയൊക്കെ വഴറ്റാൻ വെച്ചത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ വറുത്തരയ്ക്കാനുള്ള ഐറ്റംസില്ലേ, തേങ്ങയൊക്കെ, അതെല്ലാം ഒന്ന് വറുത്തെടുത്തത് ഒന്ന് മിക്സിയിലിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അല്ല, എന്നാലും ഒരുവിധം നന്നായിട്ട് അരച്ച് നമ്മുടെ ഈ മിക്സിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് അത്യാവശ്യം സമയമെടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നോൺ സ്റ്റിക്ക് അല്ലാത്തത് കൊണ്ട് തന്നെ അത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നന്നായിട്ട് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബീഫ് ഞാനിവിടെ 4 വിസിലാണ് കേൾപ്പിച്ചേക്കുന്നത്.
ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ചിരിക്കും. ചിലത് 2 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്തേക്കും, ചിലത് 4 വിസിലായാലും വേവ് കമ്മിയായിരിക്കും. ഇതിപ്പോൾ എൻ്റെ 4 വിസിലിൽ കുഴപ്പമില്ലായിരുന്നു, ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബീഫും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മസാലയും ബീഫും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ ബീഫ് ഈ സമയത്ത് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തേക്ക് നിങ്ങൾക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. ഇനി നമുക്ക് താളിക്കാനായിട്ട് വീണ്ടും ഒരു പാൻ വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും പിന്നെ നമ്മുടെ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് താളിപ്പ് റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഞാൻ എപ്പോഴും എടുക്കുമ്പോഴത്തേക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലത്തെ വലിയ കഷ്ണങ്ങളാണ്. കാരണം ഇല്ലെങ്കിൽ കപ്പ വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോകും. ഇതാകുമ്പോൾ നമുക്ക് കപ്പയായിട്ട് എടുത്ത് കഴിക്കാൻ കിട്ടും. അപ്പോൾ ഇതേ കപ്പയും പിന്നെ നമ്മുടെ ബീഫും പിന്നെ തേങ്ങ വറുത്തരച്ചതും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നു. ഇതൊരു 10 മിനിറ്റിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല തിന്നായിരിക്കും നമ്മുടെ ഗ്രേവി. പിന്നെ അത് ഇരുന്ന് നമ്മുടെ കപ്പയിൽ നിന്ന് കുറച്ച് ആ ഒരു തിക്നെസ് വരും നമ്മുടെ ഗ്രേവിക്ക്. എപ്പോഴും ഈ ഒരു പരുവത്തിലെടുക്കുന്നതാവും നല്ലത്. നമ്മൾ കഴിക്കാൻ നേരത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചേക്കുന്ന വറുവൽ അല്ലെങ്കിൽ എന്താ പറയുക കടുക് താളിക്കുന്നത്, കടുകില്ലാത്ത കടുക് താളിപ്പ്. അപ്പോൾ ഈ ഒരു കപ്പ ബിരിയാണി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അവസാനം കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ടു കൾച്ചർ കഫേ ഫോർ മോർ സച്ച് വീഡിയോസ്.